സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കുട്ടനാട്ടിലെ ഒരു തോട്ടിലൂടെ വളരെ ക്ഷീണിതാവസ്ഥയിൽ ഒരു ചേരക്കോഴി ഇങ്ങനെ നീന്തുന്നത് കണ്ടപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ അതിനെ കൃത്യമായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ചുണ്ടിൽ ഉടക്കിയിരിക്കുന്നത് ഒരു തുണിയാണ്. ആ തുണി കൃത്യമായിട്ട് അവർ മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുക. അതിൽ കുഞ്ഞുങ്ങൾക്ക് ആ മനസ്സ് തോന്നിയല്ലോ. അതിനെ വളരെ സുരക്ഷിതമായിട്ട് പിടിച്ചേക്കാണ്. കൃത്യമായിട്ട് അതിനെ ഒന്ന് ഇത് കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നുള്ളതാണ് ഇതിനെ കണ്ടിട്ട് തോന്നുന്നത്. ചുണ്ട ഇങ്ങനെ അമക്കി പിടിച്ചാൽ അങ്ങനെ ഇനി കണ്ടിച്ചു കേട്ടോ. അതേ ഉള്ളു പണി. ഷോമ്പിടല്ലേ കയറ്റിപ്പിടി. ചുണ്ട കത്തല്ലേ. താഴെ പൊക്കി വെച്ചാൽ മതി. പൊക്കി കൊടുത്താൽ മതി. വളരെ വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുഞ്ഞുങ്ങൾ അതിനെ ഫ്രീയാക്കിയിരിക്കുകയാണ്. അവര് ഇന്ന് ഞായറാഴ്ച അവര് പള്ളിയിലൊക്കെ പോയിട്ട് തിരികെ വന്ന കുട്ടികളാണ്. അവര് അതിനെ നിങ്ങളെപ്പോഴാ ഇതിനെ കണ്ടത്? എപ്പോഴാ നിങ്ങളെ കണ്ടാണല്ലേ? ഇതെവിടെ നിൽക്കുന്നത് കണ്ടാ നിങ്ങള്? നമ്മളെ നമ്മളിപ്പോ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയിട്ട് അത് നിൽക്കുകയായിരുന്നു. അത് ആഹാരം കഴിക്കാൻ പറ്റാതെ അതിന്റെ ചുണ്ട് വളരെയധികമായിട്ട് അത് കുരുങ്ങി, ഒരു തുണിയിൽ കുരുങ്ങിയിട്ട് വാ തുറക്കാൻ പറ്റാതെ അതിങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ചേരക്കോഴിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമുള്ള ഒരു പക്ഷിയാണിത്. അപ്പോൾ അതിന് ഏതായാലും ഈ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ ഒരു മനസ്സ് കാണിച്ചതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. കുറേ ആളുകളെല്ലാം ഇവിടെ എല്ലാം അതൊക്കെ കാണാനൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇപ്പോൾ അതിനെ വെള്ളത്തിലേക്ക് വളരെ സുരക്ഷിതമായിട്ട് അത് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് തന്നെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ ചുണ്ടിൽ ഒരു തുണി കുരുങ്ങിയിട്ട് ദിവസങ്ങൾ ആയിട്ടുള്ളൊരു കോഴിയാണ്. ഏതായാലും ഇത് റോഡിൽ കയറി നിന്നതുകൊണ്ടും ഈ കുഞ്ഞുങ്ങൾ കണ്ടതുകൊണ്ടും അത് രക്ഷപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ബൈ.